$10,000 കയ്യിലുണ്ടെങ്കിൽ വിഴിഞ്ഞത്ത് സ്വന്തം കപ്പലടിപ്പിച്ച് കണ്ടെയ്നർ ഇറക്കാം. സിംഗപ്പൂരിനേക്കാൾ ഏറ്റവും നിരക്ക് കുറഞ്ഞ കൊളംബോയുമൊക്കെ വെല്ലുന്ന വമ്പൻ ഇളവുകളാണ് കപ്പൽ കമ്പനികൾക്ക് 2 മാസം മുമ്പ് അദാനി പോർട്സ് വിഴിഞ്ഞത്ത് പ്രഖ്യാപിച്ചത്. അതിന്റെ സാമ്പത്തിക ഗുണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് തന്നെയാണ്. വിഴിഞ്ഞത്തെ കൊമേഴ്സ്യൽ ഓപ്പറേഷണൽ തുറമുഖമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതോടെ തുറമുഖം ചരക്ക് കൈമാറ്റത്തിനായി പ്രവർത്തന സജ്ജമായി കഴിഞ്ഞു. വിഴിഞ്ഞം പദ്ധതി 1ാം ഘട്ട കമ്മീഷനിങ് ഉടനുണ്ടാകും. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, മദ്രാസ് തുടങ്ങിയ ഏജൻസി സംയുക്തമായാണ് കരാർ പ്രകാരമുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ച് വിഴിഞ്ഞത്തെ കൊമേഴ്സ്യൽ ഓപ്പറേഷൻ തുറമുഖമായി പ്രഖ്യാപിച്ചത്. അദാനി പോർട്സുമായുള്ള കരാർ അനുസരിച്ച് ഡിസംബർ 3-നായിരുന്നു 1ാം ഘട്ടം പ്രവൃത്തി പൂർത്തീകരിക്കേണ്ടിയിരുന്നത്. 4 മാസം നീണ്ട ട്രയൽ റൺ ഡിസംബർ 2-ന് തന്നെ വിജയകരമായി അവസാനിച്ചു. ഇതോടെ 1ാം ഘട്ടം പൂർത്തീകരിച്ചതായി പ്രഖ്യാപിക്കുകയായിരുന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ 1ാം ഘട്ടത്തിന്റെ ഈ പ്രൊവിഷണൽ കമ്മീഷൻ സർട്ടിഫിക്കറ്റ് സംസ്ഥാന സർക്കാരിന് കൈമാറുകയും ചെയ്തു. കേരളത്തിന്റെ സ്വപ്നമാണ് പ്രവൃത്തി പദത്തിൽ എത്തിയിരിക്കുന്നതെന്നും സന്തോഷവും അഭിമാനവും തോന്നുന്നുവെന്നാണ് തുറമുഖ മന്ത്രി VN വാസവൻ പറഞ്ഞത്. സമയബന്ധിതമായി 1ാം ഘട്ടത്തിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സാധിച്ചു. കരാർ അനുസരിച്ച് ഡിസംബർ 3-ന് തന്നെയാണ് പൂർത്തിയാക്കാനിരുന്നത്. അത് വിജയിക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിന്റെ കമ്മീഷനിങ് ഉദ്ഘാടന ചടങ്ങ് പ്രധാനമന്ത്രിയുടെ തീയതി ലഭിക്കുന്ന മുറയ്ക്ക് നടത്തുമെന്നും ഏറ്റവും അടുത്ത് തന്നെ തുറമുഖം നാടിന് സമർപ്പിക്കാൻ കഴിയുമെന്ന് കരുതുന്നെന്നും മന്ത്രി പറയുന്നുണ്ട്. വയബിലിറ്റി ഗ്യാപ്പ് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാട് അത് നിരാശാജനകം തന്നെയാണ്. കേരളത്തോട് കാട്ടുന്ന വിവേചനമാണ്. എന്നാൽ അതിന്റെ പേരിൽ തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സവും ഉണ്ടാകില്ലെന്ന് കേരളം ഉറപ്പു നൽകുന്നു. സംസ്ഥാനം നൽകിയ കത്തിന് കേന്ദ്ര ധനമന്ത്രിയുടെ മറുപടി അനുകൂലമല്ല. അതുകൊണ്ട് തന്നെ പ്രശ്നം പ്രധാനമന്ത്രി ശ്രദ്ധയിൽ എത്തിക്കാനാണ് കേരളത്തിന്റെ നീക്കം. ജൂലൈയിൽ തുടങ്ങി നവംബർ വരെ നീണ്ട ട്രയൽ റൺ ഘട്ടത്തിൽ തന്നെ വിഴിഞ്ഞത്തിന്റെ കരുത്ത് ലോകത്തെ അറിയിച്ചതാണ്. ട്രയൽ റൺ സമയത്ത് ലോകത്തിലെ തന്നെ വലിയ മദർഷിപ്പുകൾ ഉൾപ്പെടെ 70 ചരക്ക് കപ്പലുകളാണ് വിഴിഞ്ഞത്തെത്തിയത്. ഇവയിൽ നിന്നും 1.47 ലക്ഷം TEU ഇവിടെ കൈകാര്യം ചെയ്തു. കഴിഞ്ഞ ആഴ്ചയിലാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ അനുബന്ധ കരാറും ഒപ്പിട്ടത്. ഇനി $16,000 കയ്യിലുണ്ടെങ്കിൽ വിഴിഞ്ഞത്ത് കപ്പലടിപ്പിച്ച് കണ്ടെയ്നർ ഇറക്കാം. അങ്ങനെ വമ്പൻ ഇളവുകളാണ് അദാനി പോർട്സ് വിഴിഞ്ഞത്ത് പ്രഖ്യാപിച്ചത്. കൊളംബോ തുറമുഖത്തേക്കാൾ കുറഞ്ഞ നിരക്കാണ് പല സേവനങ്ങൾക്കും. വലിയ കപ്പലുകൾക്ക് നിലവിൽ ഒരു ദിവസം കൊളംബോ തുറമുഖത്ത് ട്രാൻസ്ഷിപ്മെന്റിന് $20,000 മുതൽ $25,000 വരെ ചെലവ് വരും. ഇതിന് കൊച്ചി വെള്ളാർപാടത്ത് $74,000 വരെ ചെലവാക്കേണ്ടി വരും. എന്നാൽ വിഴിഞ്ഞത്ത് വെറും $10,000 താഴെ മാത്രമാണ് ചെലവ് വരിക. ഇതെല്ലാം കൂടി നിലവിൽ വലിയ കപ്പലുകൾക്ക് ഒരു ദിവസം കൊളംബോയിൽ $20,000 മുതൽ $25,000 വരെ ചെലവ് വരുന്നിടത്താണ് വിഴിഞ്ഞത്തെ ഇളവ്. വിഴിഞ്ഞത്തെത്തുന്ന കണ്ടെയ്നറുകൾ റോഡ് മാർഗം സംസ്ഥാന അതിർത്തി കടക്കുന്നതുവരെയുള്ള ചരക്ക് നീക്കവും സുപ്രധാനമാണ്. തിരുവനന്തപുരത്തെ കാരോട് മുതൽ കാസർഗോഡ് വരെ നീളുന്ന ദേശീയപാത വികസനം ദ്രുതഗതിയിൽ നടന്നു വരികയാണ്. പലയിടത്തും 4-വരി പാത ഗതാഗതം തുറന്നു കൊടുത്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായി പ്രധാനമന്ത്രി വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതോടെ വിഴിഞ്ഞത്തിന്റെ 1ാം ഘട്ടം കൊമേഴ്സ്യലായി പ്രവർത്തന സജ്ജമാകും.